ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. കുട്ടിക്കാലത്ത് റേഡിയോയിൽ മുഴങ്ങുന്ന ഒരു പാട്ടിൻ്റെ ആദ്യ വരികൾ എന്തുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്ന് സംപ്രേഷണം ചെയ്തിരുന്ന പ്രോഗ്രാമിൻ്റെ തുടക്കം അങ്ങനെയാണ്. എന്തുകൊണ്ട്. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന 100 ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു, അവയുടെ സുന്ദരമായ ഉത്തരങ്ങൾ. എൻ്റെ കൈവശമുള്ള പുസ്തകത്തിൻ്റെ ശീർഷകം അത് തന്നെ, എന്തുകൊണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരുക്കിയിരിക്കുന്ന സുന്ദരമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ വിരുന്നു പുസ്തകം. പ്ലേറ്റോ അന്ത്യമൊഴിയായി ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ നിലക്കാത്ത ചോദ്യങ്ങളുള്ളവരായി മാറുക. ശിഷ്യർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശവും അതുതന്നെയാണ്, ചോദ്യങ്ങൾ ഉള്ളവരായി നിലകൊള്ളുക. കാരണം ചോദ്യങ്ങളൊന്നും ഇല്ലാത്തവൻ ഒന്നുകിൽ മരിച്ചവനാണ്, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി മരവിച്ചു പോയി. ബുദ്ധി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തി, ഇപ്പോഴും ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നയാൾ, അയാൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹീസ് എ സീക്കർ ഫോർ എവർ. അങ്ങനെ സീക്കറാകുവാൻ വേണ്ടിയാണ് ഓരോ സ്റ്റുഡൻറ്റും ഒരുക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ചോദ്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ട് കുട്ടികളിൽ നിന്നും തുടങ്ങാം. എൻ്റെ മുന്നിലിപ്പോൾ ചിലപ്പോൾ പുഴുപ്പുല്ലൊക്കെ കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം. അവരോട് തന്നെ ഒരു ചോദ്യം: നിങ്ങൾക്കെങ്ങനെ പുഴുപ്പുല്ല് വന്നു? അതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ്? എല്ലാ പല്ലുകളെയും ഭദ്രതയോട് നിലനിർത്തുന്നത് ഇനാമലാണ്. ഈ ഇനാമൽ എന്നുള്ളത് പല്ലിൻ്റെ ഒരു മതിൽ പോലെ, ഒരു കോട്ട പോലെ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി കുട്ടികളൊക്കെ ധാരാളമായിട്ട് മധുരം കഴിക്കുന്നവരാകുമ്പോൾ മധുര പദാർത്ഥങ്ങളിലുള്ള പഞ്ചസാരയുടെ കണങ്ങൾ പല്ലിൽ ഉള്ള ചില ജീവാണുക്കളുമായിട്ട് ഒരു സന്ധിയിൽ ചേരുന്നു. അപ്പോൾ പുഴുപ്പല്ലെന്ന് പറയുന്നത് പുഴുക്കളുടെ പ്രശ്നം മൂലമുള്ള പല്ലല്ല, മറിച്ച് ഈ ജീവാണുക്കൾ പഞ്ചസാരയിലെ ഘടകങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു തരം ശക്തമായ അമ്ലം ഉണ്ടാകുന്നു, ഒരു തരം ആസിഡ്. ഈ അസിഡിക് പ്രസൻസ് നിമിത്തം ഇനാമൽ ശക്തിയായി അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെട്ട് അവസാനം നിങ്ങളുടെ സുന്ദരമായ കുഞ്ഞുപല്ല് പുഴുപ്പല്ലായി മാറുന്നു. നല്ല ഭാഗമൊക്കെ അമ്ലത്താൽ നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങളായി തീരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമിതമായി മധുരം കഴിക്കാതിരിക്കുക. ഇനി അത് പറ്റില്ല എന്ന് ശഠ്യത്തോട് പറയുന്ന കുട്ടി മധുരം കഴിച്ചതിന് ശേഷം നന്നായി വായ കഴുകുക, ബ്രഷ് ചെയ്യുക, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുന്നത് ശീലമാക്കി മാറ്റുക. അപ്പോൾ പുഴുപ്പല്ല് കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇനി കുട്ടികൾക്ക് മാത്രമല്ല, ചിലപ്പോൾ മുതിർന്ന കുട്ടികൾക്കും പുഴുപ്പല്ല് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പല്ല് പുഴുപ്പല്ലായി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി പല്ല് വരികയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രത. അടുത്തൊരു ചോദ്യം: മുറിവൊക്കെ ഉണ്ടാകുമല്ലോ. മുറിവുണ്ടാകുമ്പോൾ മുറിവിൽ നിന്നും പഴുപ്പ് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്താണിത്? എന്താണ് ഈ പഴുപ്പെന്ന് പറയുന്നത്? അത് ചിന്തിക്കുമ്പോൾ അനാട്ടമിയിലെ സുന്ദരമായ ചില ചിത്രങ്ങളിലേക്ക് നമ്മൾ കണ്ണിടുകയാണ്. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് മുറിവുണ്ടാകുമ്പോൾ അവിടെ രോഗാണുവുമുണ്ട്, ശ്വേതാണുക്കളുമുണ്ട്. ശ്വേതാണുക്കൾ നിങ്ങളുടെ സോൾജിയറാണ്, ഭടന്മാർ. നിങ്ങൾക്ക് വേണ്ടി പൊരുതുകയും ചാകാൻ തയ്യാറായി, ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ് അവരോടെ. അപ്പോൾ രോഗാണുക്കളും ശ്വേതാണുക്കളും തമ്മിൽ യുദ്ധം ആരംഭിക്കുകയാണ്. രോഗാണുക്കൾ വിഷമയമാക്കിയിട്ടുള്ള നിങ്ങളുടെ ശരീരത്തെ ചില ആൻറ്റിബോഡീസിലൂടെ നിർവീര്യമാക്കി, അത് വിഷത്തെ നിർവീര്യമാക്കി വീണ്ടും ശക്തമാക്കുന്നത് ഈ ശ്വേതാണുക്കളാണ്. പക്ഷെ പാവം ശ്വേതാണുക്കൾ രോഗാണുക്കളുമായിട്ട് പൊരുതി ചിലപ്പോൾ ചത്തുവീഴും. ധീര രക്തസാക്ഷികളാണ്. ഈ ധീര രക്തസാക്ഷികളാണ് പഴുപ്പായി പുറത്തേക്ക് വരുന്നത്. അടുത്തൊരു ചോദ്യം: ഉമിനീർ ഉണ്ടാകുന്നത് എന്തിനാണ്? ഉമിനീർ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ രസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം
ഉമിനീരാണ്. ഉമിനീർ എന്നൊരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഒരു ഭക്ഷണവും നിങ്ങൾക്ക് രുചിയോടുകൂടി കഴിക്കുവാൻ പറ്റില്ലായിരുന്നു. അതായത് ലായനി രൂപത്തിലാകുന്ന സാധനം മാത്രമാണ് നമ്മളുടെ ടേസ്റ്റ് ബഡ്സ്, രസമുകുളങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു ഭക്ഷണത്തിൻ്റെ കണിക, അതിൻ്റെ തന്മാത്ര ഈ നാവിലുള്ള രസമുകുളമായിട്ട് ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ, പരസ്പരം തൊട്ട് കഴിയുമ്പോഴാണ് നമുക്ക് രസം തിരിച്ചറിയാൻ പറ്റുക. ഈ രസം തിരിച്ചറിയുന്ന പ്രക്രിയയെ അപ്പോൾ ഉത്തേജിപ്പിക്കുന്നത് ഉമിനീരാണ്. ഉമിനീരില്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രസം തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ഇനി ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചുകൂടി സ്വാദ് കൂടുതലായി തോന്നുന്നതിന് കാരണമുണ്ട്. കാരണം അതിൻ്റെ കണങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ സഞ്ചരിച്ച് കുറച്ച് പെട്ടെന്ന് ഉത്തേജനം നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഉമിനീര് ഇല്ലാതാകുന്ന അവസ്ഥ, നിങ്ങൾക്ക് പനി വരികയാണെന്ന് വിചാരിക്കുക. പനി വരുമ്പോൾ തൊണ്ട വരണ്ടു പോകും, മൊത്തത്തിൽ വരൾച്ചയാണ്, നാവ് വരണ്ടു പോകും, ഉമിനീർ വളരെ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് പനി വന്ന് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന നേരത്ത് നമ്മൾ പറയുന്നു ഒന്നിനും സ്വാദില്ല. അത് തന്നെയാണ് സംഭവം, സ്വാദില്ലാതാവും. കാരണം നിങ്ങൾക്കിപ്പോൾ ഉമിനീരില്ലല്ലോ, അതുകൊണ്ട് തന്നെ സ്വാദ് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. ഇനി കള്ളു കുടിച്ച് നടക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. അവരിങ്ങനെ കള്ളു കുടിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ തൊണ്ടയും വരണ്ടുപോയി. മാത്രമല്ല 3000-ലേറെ ഉണ്ടായിരുന്ന ടേസ്റ്റ് ബഡ്സ്, രസമുകുളങ്ങൾ നാവിലെ, അതെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് ഏത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അവർ പറയും സ്വാദില്ല എന്ന്. അവർക്ക് സ്വാദായി തോന്നുന്ന ഒരൊറ്റ സംഗതിയുള്ളൂ, അത് മദ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുന്നത് ഓരോരോ കാര്യങ്ങൾ. അടുത്തൊരു ചോദ്യം, നമ്മളെ കുട്ടികൾ ചിലരൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിയും, എന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നങ്ങ് സുഖസുഷുപ്തിയിലേക്ക് അവർ വീണു പോവുകയാണ്, ഉറങ്ങിപ്പോയി. ഉറക്കവും ഭക്ഷണവും തമ്മിൽ ബന്ധമുണ്ടല്ലോ. എന്താണ് ബന്ധം? ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനെ ഉറക്കം വരും, നിങ്ങളുടെ ഓർമ്മ കുറയും, നിങ്ങളുടെ ശ്രദ്ധ കുറയും, ബുദ്ധി അത്രയ്ക്കങ്ങ് പ്രവർത്തിക്കുകയില്ല. കാരണം എന്താണ്? നമ്മൾ ഭക്ഷണം ഒരുപാട് അങ്ങോട്ട് കഴിച്ച് വയറ് നിറച്ച് കഴിയുമ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യണമല്ലോ, ദഹിപ്പിക്കുന്നതിന് വേണ്ടി വയറ്റിലേക്കും ദഹനവ്യൂഹത്തിലേക്കും ഒരുപാട് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ തലയിലേക്ക് അധികമൊന്നും ബ്ലഡ് പോകുന്നില്ല, അത് സാധാരണ കാര്യമാണ്. ബ്ലഡ് തലയിലേക്ക് ഒരുപാട് പമ്പ് ചെയ്ത് പോകുന്നില്ല. ഒരുപാട് അവയവങ്ങളിലേക്ക് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും അവസാനത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ഇടമാണ് ബ്രെയിൻ, തല. അപ്പം നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തിലധികം ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്തെടുക്കേണ്ട ഒരാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് എല്ലാം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ദഹനവ്യൂഹത്തിലേക്കാണ്. അപ്പോൾ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായിട്ട് അങ്ങ് നിന്നു പോകും. അങ്ങനെ നിന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആലസ്യം വരിക, ഉറക്കം വരിക. അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പൊണ്ണത്തടിയനായ എൻ്റെ കൂട്ടുകാരാ, നിൻ്റെ പൊണ്ണത്തടി ആദ്യം മാറ്റിയിടുക, എന്നിട്ട് ഭക്ഷണം കുറച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ താനെ ഊഷ്മളതയൊക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളൊക്കെ നന്നായിട്ട് ഓടിച്ചാടി കളിക്കാൻ കൂടി അനുവദിക്കപ്പെടുന്നവരായി മാറണമെന്ന്. അവർ വെറുതെ ഇങ്ങനെ കസേരയിൽ കുത്തിയിരുന്ന് റിമോട്ട് എന്ന് പറയുന്ന ആ വജ്രായുധവും കയ്യിൽ പിടിച്ചുകൊണ്ട് ചാനലുകൾ ഇങ്ങനെ മാറി തിരിച്ച് പിന്നെ കപ്പയും കപ്പലണ്ടി മിഠായിയൊക്കെ തിന്നുകൊണ്ട്, അല്ലെങ്കിൽ ലേസൊക്കെ തിന്നുകൊണ്ട് കുറേ കോളയും കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിപരമായ ശ്രേഷ്ഠത കുറഞ്ഞു പോകും. ഇത് മനസ്സിലാക്കി എടുക്കുക. അടുത്ത ചോദ്യം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരെങ്കിലും പച്ചമാങ്ങ തിന്നുന്നു അല്ലെങ്കിൽ നെല്ലിക്ക തിന്നുന്നു, അടുത്തിരിക്കുന്നയാൾ ഉടൻ തന്നെ ഉമിനീരിറക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കപ്പൽ ഓടിക്കാൻ വെള്ളം വന്നെറിയുന്നു. എന്തിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ശാസ്ത്രം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇത്. അതായത് ആരെങ്കിലും പച്ചമാങ്ങ തിന്നപ്പോൾ നിങ്ങളുടെ അബോധ മനസ്സിൽ ആ പച്ചമാങ്ങ തിന്നുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ഭക്ഷണ സാധനം നിങ്ങൾ അകത്തേക്ക് എടുക്കുമ്പോഴും ഉമിനീരുണ്ടാവുക എന്നുള്ളത് ഡൈജഷനും രുചി അറിയുന്നതിനും ആവശ്യമാണല്ലോ.
അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ തിന്നുന്ന കാണുമ്പോൾ തന്നെ ഹൈപ്പോതലാമസ് മെസ്സേജ് കൊടുക്കുകയായി, സെറ്റ് റെഡി എന്ന മട്ടില്ലേ, ദാ ഇപ്പോൾ ഉമിനീരുണ്ടാക്കണം. അപ്പോൾ ഉമിനീരുണ്ടാവുകയാണ് ഈ കണ്ടീഷൻഡ് റിഫ്ലക്സ് നിമിത്തം. ഇനി ഭക്ഷണത്തെക്കുറിച്ചുള്ള കഥ ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഹൈപ്പോതലാമസ് തെറ്റിദ്ധരിക്കുക, ദാ ഭക്ഷണം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു, ഉടൻ തന്നെ ഉമിനീരുണ്ടാക്കണം, ദഹന പ്രക്രിയകളൊക്കെ കുറച്ചുകൂടി ത്വരിതഗതിയിലാകണം. അപ്പോൾ മൊത്തത്തിൽ അറ്റൻഷനാക്കി നിർത്തുകയാണ് ശരീരത്തെ. അതുകൊണ്ടാണ് ഭക്ഷണം ഇല്ലെങ്കിലും ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള സംസാരം കേട്ട് കഴിയുമ്പോൾ, പച്ചമാങ്ങ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉമിനീർ വരുന്നത്. ഇനി ഏതെങ്കിലും കൂട്ടുകാർ ഇത്തരൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായല്ലോ. ഉത്തരം മനസ്സിൽ വീണ്ടും ഒന്ന് ധ്യാനിച്ചെടുക്കുക. അടുത്ത ചോദ്യം, പനി വരാറുണ്ട്. പനി വരാത്ത ആരും ഈ കൂട്ടത്തിലില്ലല്ലോ. പനി വരുമ്പോൾ നിങ്ങളുടെ ചൂട് കൂടി, സത്യം, പക്ഷെ നിങ്ങൾക്കെന്താ തണുപ്പ് അനുഭവപ്പെടുന്നത്? പനി വന്ന് വിറങ്ങലിച്ച് കിടക്കുന്ന ആൾക്ക് വല്ലാത്ത തണുപ്പുണ്ടാകുന്നു. ഇതൊരു തമാശയല്ലേ? തമാശേൻ്റെ അകത്തില്ല, സത്യം അത് തന്നെയാണ്. കാരണം പനി എന്ന പദത്തിന് തന്നെ അർത്ഥം തണുപ്പെന്നാണ്, ചൂടെന്നല്ല. പനിമതി, പനിനീർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് തണുപ്പാണ് പനി എന്ന് പറയുന്നത്. ഇനി പനിയിൽ സാധാരണ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിനേക്കാളും ഒരുപാട് കൂടുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിനേക്കാൾ ഒരുപാട് അങ്ങ് കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ താപം പുറത്തെ അന്തരീക്ഷത്തിലേക്ക് ചോർത്തി എടുക്കപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് താപം ചോർന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അടുത്ത തവണ പനി പിടിച്ച് വിറങ്ങലിച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഓർക്കുക, ഇതാണ് പനിക്ക് പിന്നിലുള്ള ശാസ്ത്രീയ സത്യം. ചില ആളുകളൊക്കെ ഉണ്ട്, അവർ സ്ലീപ്പ് വാക്കേഴ്സാണ്. അതായത് ഉറക്കത്തിൽ അവർ എഴുന്നേറ്റ് നടക്കും. എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല, നമ്മളെ പേടിപ്പിക്കുന്ന വിധത്തിൽ അവർ ചിലപ്പോൾ വസ്ത്രമെടുത്ത് അണിഞ്ഞെന്ന് വരാം, അവർ ടോയ്ലറ്റിൽ പോയെന്ന് വരാം, ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് ഭദ്രമായി എത്തിയെന്ന് വരാം. ഇവരൊരു പക്ഷേ നമ്മളെ പേടിപ്പിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും മതിലിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നെന്ന് വരാം. വളരെ ശ്രദ്ധയോട് അവർ തിരിച്ചു വരികയും ചെയ്യും, കിടന്നുറങ്ങുകയും ചെയ്യും. എന്താ സംഭവിക്കുന്നത്? ഉറക്കത്തിൽ രണ്ട് തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉറക്കത്തിൻ്റെ നിയന്ത്രണം ഒരു സ്ലീപ്പ് സെൻറ്ററിനാണ്. ഈ സ്ലീപ്പ് സെൻറ്ററിൻ്റെ ആജ്ഞ അനുസരിച്ച് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് പ്രവർത്തിക്കുക. അപ്പോൾ കാൽസ്യം പോലുള്ള ചില കെമിക്കൽസാണ് ഉറക്കത്തിലേക്ക് ഒരാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒന്ന് തലച്ചോറിൻ്റെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്യപ്പെടും. അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതോടുകൂടി ഒരാൾ അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയെന്ന് എക്സാക്റ്റ് വിളിക്കുക, ഏതായാലും ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണ്. തലച്ചോറ് അത്തരം ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ നെർവസ് സിസ്റ്റത്തിന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നയിച്ചത് മൂലം ശാരീരികമായ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകുന്നു. ഒരു പ്രവർത്തനം നിലക്കില്ല. പക്ഷേ ചില ആളുകളിൽ തലച്ചോറിൻ്റെ ഉറക്കാവസ്ഥ അയാൾ അനുഭവിക്കുമ്പോഴും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലെ എന്തോ ഒരു അപര്യാപ്തത നിമിത്തം ശാരീരികമായ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഉറങ്ങുകയാണ്, ശരീരത്തിന് അതറിയാൻ വയ്യ, ശരീരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഉറക്കത്തിൽ നടക്കുന്നത്. അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല റിയലി, കാരണം അവരുടെ ശരീരം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ശരീരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു? അതിന് ഇത്ര നാളും നടന്ന് ശരീരത്തിന് വരെ ഒരു ബുദ്ധി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് തിരികെ വരണമെന്ന് വ്യക്തമായിട്ടറിയാം. പിന്നെ വേറൊരു തമാശ, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറക്കത്തിൽ നടക്കുന്ന ആൾക്ക് അപകടം ഒന്നും വരില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ കിണറിൻ്റെ ചുറ്റിലും നടന്നാലും കിണറ്റിലേക്ക് എടുത്ത് ചാടില്ല. സ്വസ്ഥമായിട്ട് നടന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്ന് സ്വസ്ഥമായി ഉറങ്ങുകയും ചെയ്യും. പേടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ മാത്രം ഇയാളുടെ ബോധക്കേടിൽ നിന്നും ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒന്ന് പേടിച്ച് അയാൾ കിണറ്റിലേക്ക് എടുത്ത് ചാടിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്ത് ദയവായിട്ട് അവരെ ശല്യപ്പെടുത്തരുത്. അവർ സുഖകരമായി ഈ കലാപരിപാടികളെല്ലാം നിർവഹിച്ചതിന് ശേഷം പിന്നെ സ്വസ്ഥമായി ഉറങ്ങിക്കൊള്ളും. ദയവായിട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അവരെ തടസ്സപ്പെടുത്തരുത്. ഇത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്ത ചോദ്യം, മുടിവെട്ടലുകൾ നടത്താറുണ്ടല്ലോ. ചില ആളുകളൊക്കെ ഇപ്പോൾ വന്ന് മുടിവെട്ടൽ സ്വന്തം വീട്ടിൽ തന്നെയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഫ്രീക്ക് കുട്ടികളായതുകൊണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ മുടി വെട്ടുന്നു എന്ന രീതിയിൽ വെറുതെ പരത്തിയൊക്കെ വെക്കുന്നത്. മുടി വെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് വേദന വരാത്തത്?
മുടി വെട്ടുമ്പോൾ വേദന വരാത്തതിന് കാരണമുണ്ട്. നിങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ചത്തുപോയ മുടികളെയാണ്. അതായത് ചില ഫോളിക്കിൾസിനുള്ളിൽ നിന്നാണ് മുടി പുറത്തേക്ക് വരിക. പുറത്തേക്ക് തള്ളി വരുന്നത് മൃദമായ മുടിയാണ്, മുടിയുടെ കോശങ്ങളാണ്. അത് ഫോളിക്കിൾസിനകത്തുള്ളത് മാത്രമാണ് ജീവനുള്ള മുടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചുവട് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന വരും. അതേസമയം സാധാരണ ഇതിൽ അറ്റത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും വെട്ടിയാലും നിങ്ങൾക്കൊരു വേദന വരില്ല. കാരണം ഇത് ഓൾറെഡി രക്തസാക്ഷികളായ ചത്തുപോയ കോശങ്ങളാണ്. അതുകൊണ്ടാണ് മുടി വെട്ടുമ്പോൾ വേദന വരാതിരിക്കുന്നത്. അടുത്തത്, ഭയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വല്ലാതെ വിയർക്കുക? നമ്മളുടെ ശരീരത്തിൽ 30 തുടങ്ങി 40 ലക്ഷം വരെ സ്വേദഗ്രന്ഥികളുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ്സ്. അപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഉമിനീര് ഉണ്ടാകുന്ന പ്രക്രിയ സ്റ്റോപ്പാക്കപ്പെടുന്നു. നിങ്ങളുടെ ഉമിനീർ ഉണ്ടാകുന്ന പ്രക്രിയ സ്റ്റോപ്പായി നിങ്ങളാകെ വരണ്ടു പോവും, നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും. അപ്പോൾ നിങ്ങളിൽ അടിഞ്ഞു കൂടുന്ന ഈ മലീമസമായ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സംരക്ഷണമാണ് നിങ്ങൾ നന്നായി വിയർക്കുക എന്നുള്ളത്. കാരണം പേടിച്ചരണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് സ്റ്റക്കായി പോയാൽ കൂടുതൽ പ്രശ്നമാണ്. അതുകൊണ്ട് വിയർത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പൊന്ന് കൂടി അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി ആ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പേടിയുടെ മുമ്പിൽ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇത് ജീവജാലങ്ങളെക്കുറിച്ചുള്ളതാണ്, മനുഷ്യരെക്കുറിച്ചല്ല എന്ന് കരുതി സ്ത്രീകളായവർ എന്നോട് പൊറുക്കണം. ഈ എല്ലാ ജീവജാലങ്ങളിലും ആണുങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ എന്നാണ് ജീവശാസ്ത്രം പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, സ്ത്രീകളൊന്നും എന്നോട് ദേഷ്യപ്പെടരുത്, ഇത് ശാസ്ത്രം പറയുന്ന കാര്യമാണ്. എടുത്തു നോക്കുക, സിംഹം സട ഉയർത്തി ഗാംഭീര്യഭാവത്തോടെ നിൽക്കുന്ന ആൺസിംഹമാണ്. പെൺസിംഹത്തിന് ആ സൗന്ദര്യമില്ല. ഇനി കലമാൻ എടുത്തു നോക്കുക, വലിയ അതിസുന്ദരമായ കൊമ്പുകളൊക്കെ ആയിട്ട് നടക്കുന്നത് ആൺമാനുകളാണ്, പേടമാനുകളല്ല. ഇനി മയിലുകൾ എടുത്തു നോക്കുക, പീലി നിവർത്തി ആടുന്നത് ചില കവികളൊക്കെ അത് പെൺമയിലാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. ആൺമയിലിനാണ് പീലിയുള്ളതും സൗന്ദര്യം ഏറെ കൂടുതലുള്ളതും. എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ സൗന്ദര്യം കൂടുതൽ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട്? ഉത്തരം വളരെ ലളിതമാണ്. എല്ലാ ജീവജാലങ്ങളിലും ഈ സ്ത്രീകളെ ആകർഷിക്കുവാൻ വേണ്ടി പുരുഷന്മാർ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില ചെത്തുപിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ ഈ എടുക്കാൻ വയ്യാത്ത ഭാരം കലമാനൊക്കെ താങ്ങേണ്ട വല്ല ആവശ്യമുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കലമാന് ഇത്രയും സങ്കീർണതയുള്ള കൊമ്പും ചുമന്ന് നടക്കേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാൾ ഭാരം ചില സമയത്ത് കൊമ്പിനുണ്ട് അത്രേ. ഈ ഭാരമുള്ള കൊമ്പും ചുമന്ന് നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും മരങ്ങളുടെ ഇടയിൽ പോയി കുടുങ്ങി ചത്തും പോകാറുണ്ട്. എന്നാലും പാവം മാൻ പെണ്ണുങ്ങളെ ആകർഷിക്കുവാൻ പെടാപ്പാട് പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കൊമ്പൊക്കെ ഇങ്ങനെ കാണിച്ചു നടക്കും. ശുദ്ധൻ പാവം. മയിലും ഇത് തന്നെ. മയിലിന് പീലി നിവർത്തി നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഭാരപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, പെൺമയിലിന് എപ്പോൾ വേണമെങ്കിലും പറക്കാം, ആൺമയിലിന് ഈ പീലി ഉള്ളതുകൊണ്ട് പറക്കാൻ പറ്റില്ല. പാവം പറക്കലും വെറുതെ സ്വപ്നമാക്കി മാറ്റിക്കൊണ്ട് ആകാശവും നഷ്ടപ്പെടുത്തിയിട്ട് പെൺമയിലെന്ന ആകാശത്തെ നേടിയെടുക്കുവാൻ വേണ്ടി ഭാരം ചുമന്ന് നിൽക്കുകയാണ്. സിമ്പതി അല്ലാതെ വേറെ എന്താണ് ഈ പാവത്തിനോട് തോന്നേണ്ടത്? അതുകൊണ്ട് ഇവയ്ക്കൊക്കെ ഇങ്ങനെ സൗന്ദര്യം കൂടുന്നതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ജസ്റ്റ് അട്രാക്റ്റ് ദ മെയ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ പ്രജനന കാലഘട്ടം ഉണ്ടല്ലോ, മേറ്റിംഗ് സീസണിലാകി കഴിയുമ്പോൾ ഒരുപാട് കിളികൾ വിവാഹ വസ്ത്രങ്ങൾ അണിയുന്ന പോലെ പുതിയ തൂവലുകൾ എടുത്തണിയും. ഭയങ്കര സൗന്ദര്യമാർന്ന തൂവലുകളാണ്. അതും ആകർഷിക്കുവാൻ വേണ്ടി മാത്രം പാവപ്പെട്ട ആൺവർഗ്ഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലകളാണ്. ഇതൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും കാലാകാലങ്ങളായിട്ട് ഇവർ ആകർഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇനി ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം എന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. ദൈവം എല്ലാം സുന്ദരമായി സൃഷ്ടിച്ചു എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഇവിടെ നിന്നും മാറുകയാണ്. അടുത്ത സബ്ജക്റ്റിലേക്ക്. പൂച്ചയ്ക്ക് എന്തിനാണ് മീശ? പൂച്ചയ്ക്ക് മീശ രോമങ്ങൾ വരുന്നതിൻ്റെ പിന്നിൽ സൗന്ദര്യം കൂട്ടലെന്ന പ്രകൃതിയുടെ പ്രക്രിയ അല്ല. സൗന്ദര്യമൊക്കെ വരുന്നുണ്ട് മീശ വന്നു കഴിയുമ്പോൾ. പക്ഷേ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത തിരിച്ചറിയാൻ അത് ഉപയോഗിക്കുന്നത്
ഈ മീശയെ തന്നെയാണ്. കാരണം നിങ്ങൾ പൂച്ച ഏതെങ്കിലും പൊത്തിലേക്ക് കയറുകയാണെന്ന് വിചാരിക്കുക, ആദ്യം അതിൻ്റെ മീശ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് തിരിച്ചറിയും. അപ്പോൾ തിരിച്ചറിയലിന് വേണ്ടിയുള്ള സംവേദനത്തിന് വേണ്ടിയുള്ള ഉപകരണമാണ് പൂച്ചയ്ക്ക് മീശ, അല്ലാതെ വെറുതെ അവിടെ ഇരിക്കുന്ന അലങ്കാരത്തുന്നലല്ല അത്. അടുത്ത ചോദ്യം, നമ്മളൊക്കെ റബ്ബറിൻ്റെ നാട്ടുകാരാണല്ലോ. റബ്ബർ എന്ന പേര് ആരാ കൊടുത്തത് റബ്ബറിന്? അതായത് ആമസോൺ ഇന്ത്യൻസാണ് സത്യത്തിൽ റബ്ബർ കൃഷി ചെയ്ത് തുടങ്ങിയത്. ക്രിസ്റ്റഫർ കൊളംബസ് ഈ ആമസോൺ ഇന്ത്യൻസിനെ കണ്ടപ്പോൾ അവർ റബ്ബർ കൃഷി ചെയ്യുന്നവരായി കാണുന്നു. അവരതിനെ ചാഹൂച്ചു എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ ഭാഷയിൽ. അതായത് കരയുന്ന മരം എന്നർത്ഥം. കാരണം തൊട്ട് കഴിഞ്ഞാൽ വെള്ളക്കണ്ണീർ താഴേക്ക് വരികയാണല്ലോ, അതുകൊണ്ട് ചാഹൂച്ചു എന്ന് വിളിച്ചു. അതിനുശേഷം അവർ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇതിൻ്റെ റബ്ബറിൻ്റെ ആ ചാറെടുത്ത് പന്ത് ആക്കി അതിട്ട് തട്ടിക്കളിക്കും. അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസ് ഇങ്ങനൊരു ഉപയോഗം കണ്ടെത്തി. പിന്നീട് പ്രീസ്റ്റ്ലി എന്ന ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റാണ് ഇതിനെ റബ്ബ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത്. അതായത് റബ്ബർ എടുത്തുകൊണ്ട് വരച്ചതിലും എഴുതിയതിലൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മായ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ റബ്ബ് ചെയ്യുന്ന സംഗതി റബ്ബർ എന്ന് വന്നു. പിന്നീടാണ് റബ്ബറായിട്ട് ഇതറിയപ്പെടാൻ തുടങ്ങിയത്. ഇങ്ങനെ 100 ചോദ്യങ്ങളും സുന്ദരമായ ഉത്തരങ്ങളും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് ഈ പുസ്തകമൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് തുടങ്ങി നിങ്ങളുടെ മമ്മിയോടും ഡാഡിയോടൊക്കെ ചോദിച്ചു തുടങ്ങുക, എന്തുകൊണ്ട്. മമ്മിയും ഡാഡിയൊക്കെ ഉത്തരം പറഞ്ഞ് തളരട്ടെ. അങ്ങനെ തളർന്ന് അവരും പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കട്ടെ, നിങ്ങളും വായിക്കട്ടെ, അവരും വായിക്കട്ടെ. ചോദ്യങ്ങൾ ഉള്ളവരായി നമ്മളെല്ലാവരും നിലകൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെ മനസ്സുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നന്മയും നേർന്നുകൊണ്ട് വീണ്ടും ശുഭയാത്ര നേരുന്നു.